നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. IPL നാളെ ആരംഭിക്കുകയാണ്, 18ാം സീസൺ. അപ്പോൾ 10 ടീമുകൾ 2 ഗ്രൂപ്പുകളാണ്. നിരവധി മത്സരങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വരുന്നു. നാളെ മുതൽ ആരംഭിക്കുന്ന മത്സരങ്ങൾ ആകെ വരുന്നത് 74 മത്സരങ്ങളാണ്. 13 സിറ്റീസിൽ വെച്ചിട്ടാണ് മത്സരങ്ങൾ നടക്കുന്നത്. 2 മാസത്തിലധിക സമയം കളികളുണ്ട്. വിശദമായിട്ട് നമ്മൾ ഈ IPL കുറിച്ച് അറിയേണ്ടതെല്ലാം ഒന്ന് പരിശോധിക്കുകയാണ്. മാർച്ച് 22-ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് വേഴ്സസ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു മത്സരം നാളെ ഈഡൻ ഗാർഡൻസിൽ കളികൾ ആരംഭിക്കുന്നു. ക്വാളിഫയർ 1ഉം എലിമിനേറ്ററും ഹൈദരാബാദിൽ വെച്ച് നടക്കുന്നു മെയ് 20-നും 21-നുമായിട്ട്. ക്വാളിഫയർ 2 മെയ് 23-ന്, അതുപോലെ ഫൈനൽ മെയ് 25-ന് കൊൽക്കത്തയിൽ വെച്ച് നടക്കുന്നു. ആകെ 74 മത്സരങ്ങൾ അക്രോസ് 13 സിറ്റീസ്. 2 മാസക്കാലം എടുത്തുകൊണ്ടാണ് മത്സരങ്ങൾ, 2 മാസത്തിലധികം സമയം എടുത്തുകൊണ്ടാണ് മത്സരങ്ങൾ നടക്കുക. 13 സിറ്റികൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാവുന്ന പോലെ ഡൽഹി ക്യാപിറ്റൽസ് വിശാഖപട്ടണത്ത് കളിക്കാൻ വരുമ്പോൾ ഒരു സിറ്റി അധികം അവിടെ വരുന്നുണ്ട്. പഞ്ചാബ് കിങ്സ് മുല്ലാൻപൂരിലും ധർമ്മശാലയിലും കളിക്കുന്നു. രാജസ്ഥാൻ റോയൽസ് ജയ്പൂരിലും ഗോഹട്ടിയിലും കളിക്കുന്നുണ്ട്. അപ്പോൾ ബാക്കി ടീമുകളൊക്കെ അവരുടെ ഹോം ബേസ്ഡ് ഗ്രൗണ്ടുകളിൽ മാത്രമാണ്. അപ്പോൾ ഈ ടീമുകൾ അഡീഷണൽ കളിക്കുന്ന സ്ഥലം കൂടി നമ്മൾ നോക്കുമ്പോൾ, അതായത് ഗോഹട്ടി, അതുപോലെ ധരംശാല, പിന്നെ വിശാഖപട്ടണം, അതുകൂടി വരുമ്പോൾ 10 ടീമുകളുടെ ഹോം വെന്യൂ പ്ലസ് ഈ 3 എണ്ണം കൂടി വരുമ്പോൾ 13 സിറ്റികളിലാണ് കളി നടക്കുന്നത്. ഫോർമാറ്റിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ? ഇല്ല, ഒരു മാറ്റവും ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. 2 ഗ്രൂപ്പുകളിലായിട്ട് ടീമുകളെ തിരിച്ചിരിക്കുന്നു. ഗ്രൂപ്പ് എയിൽ ചെന്നൈ സൂപ്പർ കിങ്സും KKRഉം രാജസ്ഥാൻ റോയൽസും RCBയും PBKസുമാണുള്ളത്. ഗ്രൂപ്പ് ബിയിൽ MIയും സൺറൈസേഴ്സ് ഹൈദരാബാദും ഗുജറാത്ത് ടൈറ്റൻസും DCയും ലക്നൗ സൂപ്പർ ജയൻസുമാണുള്ളത്. എല്ലാ ടീമുകളും സ്വന്തം ഗ്രൂപ്പിലെ ടീമുകളോട് 2 തവണ ഏറ്റുമുട്ടും. അതുപോലെ തന്നെ അടുത്ത ഗ്രൂപ്പിൽ നിന്നുള്ള ഒരു ടീമിനോട് 2 തവണ ഏറ്റുമുട്ടുകയും ചെയ്യും. ഈ രൂപത്തിലായിരിക്കും മത്സരങ്ങൾ ഉണ്ടാവുക. ആരൊക്കെയാണ് സെമിഫൈനലല്ല, പ്ലേ ഓഫ് എന്നുള്ളത് തീരുമാനിക്കുന്നത് ടോപ്പ് 4-ൽ ഫിനിഷ് ചെയ്യുന്ന ടീമുകൾ വെച്ചുകൊണ്ടാണ്. ഓരോ ടീമിനും 14 മത്സരങ്ങളുണ്ടാവും. 7 ഹോം മത്സരങ്ങളും 7 എവേ മത്സരങ്ങളും ഉണ്ടാവും. അതിനുശേഷം ടോപ്പ് 4 പ്ലേ ഓഫിന് ക്വാളിഫൈ ചെയ്യുകയും ചെയ്യും. ഇനി മാച്ച് ടൈമിങ്സ് എങ്ങനെയാണ് എന്നുള്ളതാണ്. നിങ്ങൾക്കറിയാവുന്ന പോലെ ഈവനിങ് മാച്ചസ് ഒക്കെ തുടങ്ങുന്നത് 7:30-നാണ്. ആഫ്റ്റർനൂൺ മത്സരങ്ങൾ ഡബിൾ ഹെഡേഴ്സ് ഉള്ള ദിവസം 12 ഡബിൾ ഹെഡേഴ്സ് ഉണ്ട്. അതിൽ ആഫ്റ്റർനൂൺ മത്സരങ്ങൾ 3:30-നായിരിക്കും ആരംഭിക്കുക. ദെൻ പുതുതായിട്ട് എന്തൊക്കെയുണ്ടെന്ന് ചോദിച്ചാൽ ഒരുപാട് കാര്യങ്ങൾ പുതുതായിട്ടുണ്ട്. പുതിയ ക്യാപ്റ്റന്മാർ പല ടീമുകളിലുണ്ട്. ഇപ്പം പല ആളുകളുണ്ടാവും കഴിഞ്ഞ IPL കഴിഞ്ഞിട്ട് പിന്നെ ഈ IPL സമയത്ത് മാത്രം ഫോളോ ചെയ്യുന്നവർ. അപ്പോൾ ഇതിൻ്റെ ഇടയിലുണ്ടായിട്ടുള്ള ഡെവലപ്മെൻറ്റ്സ് ഒക്കെ മിസ്സായിട്ടുണ്ടാവും. അപ്പോൾ അവർ കൂടി അറിയാൻ വേണ്ടിയിട്ടാണ് ഒരുപാട് മാറ്റങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ശ്രേയസ് അയ്യർ KKRനെ കഴിഞ്ഞ തവണ കിരീടത്തിലേക്ക് കൊണ്ടുപോയ ആളാണ്. അദ്ദേഹമാണ് ഇനി PBKസിന് ഇത്തവണ നയിക്കുന്നത്. അജിങ്ക്യ രഹാനെയാണ് KKRൻ്റെ ക്യാപ്റ്റനായിട്ട് വരുന്നത്. ഋഷഭ് പന്ത് DCയിൽ നിന്ന് പോയി. അദ്ദേഹം ഇപ്പോൾ LSGയുടെ ക്യാപ്റ്റനാണ്. DCക്ക് പുതിയ ക്യാപ്റ്റൻ അക്സർ പട്ടേൽ വന്നിരിക്കുന്നു. രജത് പട്ടിദാറാണ് RCBയെ നയിക്കാൻ പോകുന്നത്. 10 ക്യാപ്റ്റന്മാരിൽ 9 പേരും ഇന്ത്യക്കാരാണ്. ഒരാൾ മാത്രം വിദേശി, അത് പാറ്റ് കമിൻസാണ്. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില നിയമങ്ങളിലെ മാറ്റങ്ങൾ കൂടി സംഭവിച്ചിട്ടുണ്ട് എന്നതും ശ്രദ്ധിക്കുക. പുതിയ മാറ്റങ്ങളെന്ന് പറയുന്നത് ഇത്തവണ സലൈവ ബോൾ ഷൈൻ ചെയ്യിക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്താൻ പറ്റും. അതുപോലെ തന്നെ ഡ്യൂ ഫാക്ടർ നള്ളിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈവനിങ് മത്സരങ്ങളിലെ 2ാമത്തെ ഇന്നിങ്സിൽ 11 ഓവറിന് ശേഷം വേണമെങ്കിൽ പുതിയ ബോൾ എടുക്കാം. അത് അമ്പയർക്ക് തീരുമാനിക്കാം. അതുപോലെ തന്നെ ഇമ്പാക്റ്റ് സബ് റൂൾ തുടരും. 2027 വരെ ഇമ്പാക്റ്റ് സബ് റൂൾ എന്തായാലും ഉണ്ടാകും. പിന്നെ വൈഡിന് കഴിഞ്ഞ തവണ വേസ്റ്റ് ഹൈറ്റ് നോ ബോളുകൾക്ക് ഹോക്കൈ ഉപയോഗിച്ചിരുന്നു. അതുപോലെ വൈഡ്, അതായത് തലക്ക് മുകളിലൂടെ പോകുന്ന വൈഡിനും ഓഫ് സ്റ്റമ്പിന് വെളിയിൽ പോകുന്ന ഒരു ഓഫ് സൈഡ് വൈഡ് ഗൈഡിലുണ്ടല്ലോ, അതിൻ്റെ അപ്പുറത്തേക്ക് പോകുന്ന വൈഡിൻ്റെ കാര്യങ്ങൾ പരിഗണിക്കുന്നതിന് വേണ്ടിയിട്ടും ഇത്തവണ ഹോക്കൈ ഉപയോഗിക്കും. ബാറ്റർ എത്രത്തോളം മുന്നോട്ട് ആ സൈഡിലേക്ക് മൂവ് ചെയ്തുവോ അതനുസരിച്ച് വൈഡ് ഗൈഡ് ലൈന് മാറുന്ന രൂപത്തിലായിരിക്കും ടെക്നോളജി ഉപയോഗപ്പെടുത്തുക എന്നുള്ള വിവരം കൂടി ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഇനി ഈ IPLലെ മോസ്റ്റ് എക്സ്പെൻസീവ് പ്ലെയർ ആരാണെന്ന് ചോദിച്ചാൽ LSGയുടെ ഋഷഭ് പന്താണ്. 27 കോടിക്കാണ് അദ്ദേഹത്തെ മെഗാ ഓപ്ഷനിൽ അവർ സ്വന്തമാക്കിയത്. ശ്രേയസ് അയ്യർ തൊട്ട് പുറകിലുണ്ട്. 26.75 കോടിയാണ് അദ്ദേഹത്തിന് വേണ്ടി അവർ ചിലവാക്കിയിട്ടുള്ളത്. KKRൻ്റെ വെങ്കടേഷ് അയ്യർക്ക് 23.75 കോടി കൊടുക്കുകയുണ്ടായി. അതേസമയം ഹെൻറി ക്ലാസിന് റീറ്റെയിൻ ചെയ്തപ്പോൾ 23 കോടിയാണ് SRH കൊടുത്തിരുന്നത് എന്ന കാര്യം കൂടി നോക്കുക. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ബൈകൾ സംഭവിച്ചിട്ടുള്ളത്. പിന്നെ കോച്ചിങ് സ്റ്റാഫിലും മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്.
റിക്കി പോണ്ടിങ് DC-യുടെ കോച്ചായിരുന്നല്ലോ, അദ്ദേഹം ഇത്തവണ PBKSനെ ആയിരിക്കും പരിശീലിപ്പിക്കുക. ഹേമങ് ബദാനിയാണ് DC-യുടെ കോച്ചായിട്ട് വന്നിട്ടുള്ളത്. കെവിൻ പീറ്റേഴ്സൺ അവിടെ മെൻഡറായിട്ട് വന്നിട്ടുണ്ട്. രാഹുൽ ദ്രാവിഡ് ആയിരിക്കും ഇത്തവണ രാജസ്ഥാൻ റോയൽസിൻ്റെ ഹെഡ് കോച്ചായിട്ടുള്ളത്. ഡോയിൻ ബ്രാവോ ഗൗതം ഗംഭീർ KKRൻ്റെ മെൻഡറായിരുന്നല്ലോ, ആ സ്ഥാനം ഏറ്റെടുത്തിട്ടുണ്ട്. ഡോയിൻ ബ്രാവോ വന്നിട്ടുണ്ട്. മാത്യു വെയ്ഡ് GT-യുടെ പ്ലെയർ ആയിരുന്നു കഴിഞ്ഞ സീസൺ വരെ, അദ്ദേഹം ഇപ്പോൾ ഇവിടെ അസിസ്റ്റൻറ്റ് കോച്ചായിട്ട് വന്നിട്ടുമുണ്ട്. ഇതാണ് ആ മേഖലയിലുണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട മാറ്റം. ഇനി CSK MSDയെ റീറ്റെയിൻ ചെയ്തത് ഒരു പ്രത്യേക റൂൾ വെച്ചായിരുന്നു. 5 വർഷത്തിലധികം കാലമായിട്ട് ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് കളിക്കാത്ത താരത്തെ അൺക്യാപ്ഡ് പ്ലെയർ എന്ന രൂപത്തിൽ റീറ്റെയിൻ ചെയ്യാം, 4 കോടി രൂപക്ക്. അതുകൊണ്ട് അദ്ദേഹത്തെ അവർക്ക് റീറ്റെയിൻ ചെയ്യാൻ പറ്റി. ഇതേ റൂൾ തന്നെ സന്ദീപ് ശർമ്മയെ റീറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് രാജസ്ഥാൻ റോയൽസും ഉപയോഗപ്പെടുത്തി. ഇനി ആരെങ്കിലും ബിഗ് മിസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒന്ന് ജസ്പ്രീത് ബുംറയുടെ കാര്യത്തിലാണ് ഇപ്പോൾ ബിഗ് മിസ് എന്ന് പറയാവുന്ന. അദ്ദേഹത്തിന് ആദ്യത്തെ 3-4 മത്സരങ്ങൾ കളിക്കാൻ പറ്റില്ല. അതേസമയം അല്ല ഗസൻഫർ വലിയ പ്രതീക്ഷയോടുകൂടി മുംബൈ ഇന്ത്യൻസ് സ്വന്തമാക്കിയിട്ടുള്ള സ്പിന്നറായിരുന്നു, അദ്ദേഹം പരിക്ക് പറ്റി പുറത്തായി. ലിസാർഡ് വില്യംസ് MI ടീമിൽ നിന്ന് പുറത്തായി. പകരം അവർ മുജീബുർ റഹ്മാനെയും കോർബിൻ ബോഷിനെയും കൊണ്ടുവന്നിട്ടുണ്ട്. LSCയുടെ കാര്യത്തിൽ മായങ്കി യാദവ് ഒരു പക്ഷേ പകുതി മത്സരങ്ങളും അദ്ദേഹത്തിന് നഷ്ടമായേക്കുമെന്നുള്ളൊരവസ്ഥയിലാണ്. ഹാരി ബ്രൂക്ക് ടൂർണമെൻറ്റിൽ നിന്ന് പുൾഡ് ഔട്ട് ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായി. അദ്ദേഹത്തിന് 2 വർഷത്തെ ബാനും കൊടുത്തിട്ടുണ്ട്. ഇനി ഇഞ്ചുറി കൊണ്ട് റീപ്ലേസ് ചെയ്യപ്പെട്ടത് ബ്രേഡൻ കാർഡ്സ്, പരിക്കേറ്റ് SRHൻ്റെ ബ്രേഡൻ കാർഡ്സിനെ ഒഴിവാക്കേണ്ടി വന്നു. പകരം വിയാൻ മൾഡർ അവർ ടീമിലേക്ക് എടുത്തു. അപ്പോൾ ഇതൊക്കെയാണ് ഒറ്റ നോട്ടത്തിൽ നമുക്ക് വിശദമായിട്ട് അറിയേണ്ട കാര്യങ്ങൾ. ബാക്കി നാളെ മുതൽ അങ്ങ് പൊളിച്ചെടുക്കുകയല്ലേ. അപ്പോൾ നാളെ മുതൽ നമ്മൾ IPLൻ്റെ ആ ഒരു ആവേശത്തിലേക്ക് പൂർണ്ണമായിട്ടും എത്തും. അപ്പോൾ കളി എവിടെ കാണാൻ പറ്റും, അതാണ് നമ്മൾ അടുത്തായിട്ട് പരിശോധിക്കുന്നത്. വ്യത്യസ്ത രാജ്യങ്ങളിലുള്ള സുഹൃത്തുക്കൾക്ക് കൂടി വേണ്ടി നമ്മൾ കാര്യങ്ങൾ പറയാം. ഓസ്ട്രേലിയയിൽ ഫോക്സ്റ്റലിലും കായോ സ്പോർട്സിലും ലഭിക്കും. ഫോക്സ്റ്റൽ ആൻഡ് കായോ സ്പോർട്സിൽ നമുക്ക് ഓസ്ട്രേലിയയിൽ കളി ലഭിക്കും. ഇംഗ്ലണ്ടിൽ സ്കൈ സ്പോർട്സിലാണ് കളി ലഭിക്കുക. ഇന്ത്യയിൽ സ്റ്റാർ സ്പോർട്സിലും ജിയോ ഹോട്ട്സ്റ്റാറിലും നമുക്ക് മത്സരം അവൈലബിൾ ആണ്. ന്യൂസിലാൻഡിൽ സ്കൈ സ്പോർട്സിൽ കളി കിട്ടും. സൗത്ത് ആഫ്രിക്കയിൽ സൂപ്പർ സ്പോർട്ടിൽ കളി കിട്ടും. UAEയിൽ സ്റ്റാർ സോണിൽ കളി കിട്ടും. USA വില്ലോ TVയിൽ കളി കിട്ടും. അതാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ. എന്തായാലും കാത്തിരിക്കാം നാളത്തെ മത്സരങ്ങൾ, നാളെ ആരംഭിക്കുന്ന മത്സരങ്ങൾക്കായി. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.